വിപിൻ, മധ്യകേരളത്തിൽ നിന്ന് എന്തൊക്കെ പ്രധാന വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം? രാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലുണ്ട്. ദർബാർ ഹാളിൽ നടന്ന പ്രശ്നങ്ങളുടെ ബാക്കിപത്രം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെയിന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദവും ഒക്കെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാഷ്ട്രപതി കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ഉള്ളത് കുമരകത്താണ് രാഷ്ട്രപതി ഉള്ളത്. അത് ഇപ്പോൾ ദ്രൗപദി മുർമു ഇന്ന് ഏകദേശം 11:30 കൂടിയാണ് അവിടെ നിന്ന് കുമരകത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തുക. ഇവിടെ നാവികസേന ആസ്ഥാനത്ത് വന്നിറങ്ങുന്ന രാഷ്ട്രപതി പിന്നീട് സെന്റ് തെരേസസ് കോളേജിലേക്കാണ് എത്തുന്നത്. സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് രാഷ്ട്രപതി ഇന്ന് എത്തുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1:50 കൂടി മാത്രമായിരിക്കും ഇവിടെ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. 3 ദിവസത്തെ പര്യടനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ശബരിമലയിലെ ദർശനം ഉൾപ്പെടെ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു രാഷ്ട്രപതി. ഈ സമയത്ത് കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ഒരു വാഹന നിയന്ത്രണം ഉണ്ടാകും, ഗതാഗത നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. 10 മണി മുതൽ 2 മണി വരെ നഗരത്തിലും ഒപ്പം തന്നെ ഈ നാവികസേന ആസ്ഥാനത്തേക്കുള്ള റോഡ്, നെടുമ്പാശ്ശേരിയിലേക്കുള്ള റോഡ്, ഈ റോഡുകളിലൊക്കെ തന്നെ ഒരു വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കും. ഡ്രോൺ പറത്തുന്നതിനോ അടക്കം അവിടെ ആ പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം കർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. 1000ഓളം പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി, മന്ത്രി VN വാസവൻ, P രാജീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ, ഗവർണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ ഈ ശതാബ്ദി ആഘോഷത്തിൽ രാഷ്ട്രപതിക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇന്ന് ഉച്ചവരെ കൊച്ചിയിൽ ഉണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർവീജിയൻ കലാകാരിയുടെ കലാസൃഷ്ടി കീറിയെറിഞ്ഞ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതിൽ ലളിതകലാ അക്കാദമി തന്നെ പോലീസിൽ കേസ് കൊടുത്തിരുന്നു. ഈ കേസ് കേസെടുത്തിട്ടുണ്ട്. അത് ഹൊച്ചിമീൻ, സുധാംശു എന്നീ 2 പേർക്കെതിരെയാണ് അതിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അറസ്റ്റ്, മറ്റ് നടപടികൾ എന്തൊക്കെയെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതൊരു വിദേശ കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ നോർവീജിയൻ ഏജൻസി ഉൾപ്പെടെയുള്ളവ ആ വിഷയത്തിൽ ഇടപെടും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ അവിടെ നിന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാരും ഒപ്പം തന്നെ ഈ ലളിതകലാ അക്കാദമിയും കാണുന്നത്. അപ്പോൾ അവരുടെ അറസ്റ്റ് അടക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് എന്നുള്ളത്. മറ്റൊന്നുള്ളത്, നമുക്കറിയാവുന്ന പോലെ തന്നെ പള്ളുരുത്തിയിലെ ഹിജാബ് ശിരോവസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെന്റ് റീത്താസ് സ്കൂള് ഈ DD നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നില്ല, അതിൽ വിശദമായിട്ടൊരു വാദം കേൾക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇന്ന് അത് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് കഴിഞ്ഞ തവണ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ സർക്കാരിന്റെ ഒരു സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. ഒപ്പം ഈ കുട്ടിയുടെ പിതാവ് കൂടി ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഈ കുട്ടിക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൽ തന്നെ പഠിക്കാം എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ ഈ കുടുംബം എടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 1.5 ആഴ്ചയോളമായി ഈ കുട്ടിയുടെ പഠനം മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് സ്കൂളിലേക്ക് മാറ്റണം എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.